എന്നതാ കാര്യം? ആശാൻ ഇറങ്ങണം, കുറച്ച് സീനാണ്. പയ്യൻ പറഞ്ഞില്ലായിരുന്നോ നമ്മൾ ഈ സൈസ് ഒന്നും എടുക്കാറില്ല? അയ്യോ കാലം, അല്ല അവനങ്ങ് തീർത്ത്. അയ്യോ ആശാനെ, അങ്ങനൊന്നും വേണ്ട. ആശാൻ ഞങ്ങളോട് നിന്ന് വന്നാൽ മതി. ആശാൻ ഞങ്ങളോട് ഉണ്ട്, അവന്മാർ പിന്നെ അടുക്കത്തില്ല. ആശാനെ, ഇപ്പം വാങ്ങിച്ച വെറ്റയുടെ പൈസ പോലും നമ്മുടെ ഇല്ല. പിന്നെ പിഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ കിട്ടും. ഉമ്മാരുടെ നാളെ ഒരു വെട്ട് കേസ് ഉണ്ടായിരുന്നു പാലക്കാട്. കുഴപ്പമില്ല, പക്ഷെ റേറ്റ് ഇട്ടിട്ട് കൂടും. ആശാനെ, ഞാൻ പണ്ട് ഗപ്പിയെ തന്ന കണ്ണനാ, എന്തെങ്കിലും കുറയൂ? ചുമ്മാ ഇരിക്കടെ, നീ തന്ന താടി വാല രണ്ടിൻ്റെ ഒന്ന് മാനത്തന്നെയായിട്ട് വീട്ടിൽ ടാങ്കി കിടപ്പുണ്ട്. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. 2000 രൂപ ഇപ്പം അഡ്വാൻസ് തരണം, ബാക്കി പണി കഴിഞ്ഞിട്ട്. അമ്മയ്ക്ക് മരുന്ന് പിടിക്കാൻ വെച്ചിരുന്ന പൈസ തൽക്കാലം 2000 ഉണ്ട്. ആശാൻ ഇത് വെച്ചോ. നീ ധൈര്യമായിട്ട് നോക്കോടാ, ബാക്കി ആശാൻ നോക്കിക്കോളാം. ആശാന്റെ വാക്ക് കിട്ടാ പോണേ. നാളെ രാവിലെ അങ്ങ് എത്തിയേക്കണേ. നീ അത് വിടറാ, വാ, നമ്മളെല്ലാം നോക്കിക്കോളാം. പോയോടാ, ഒരു വിധത്തിൽ അങ്ങ് പോയി. ആശാനെ, നാളെ നമ്മൾ ശരിക്കും അവിടെ വർക്കിന് പോകും. ചുമ്മാ ഇരിക്കടെ, നിനക്ക് അറിഞ്ഞൂടെ എനിക്ക് ഡിസ്കിന് കംപ്ലൈന്റ് ആകുന്നു. ഇവിടെ വെറുതെ ഇരുന്നപ്പോ കണ്ടോ 2000 കിട്ടിയത്. നമ്മളിങ്ങനെ തട്ടിപ്പും വെട്ടിപ്പോയിട്ടൊക്കെ പോകും. അതിനകത്ത് മുടി വളർത്തിയാൻ അവിടെ ഉള്ളത്? ആ മുടി വളർത്തിയതിൻ്റെ പേരാണ് ഉണ്ണി. അവൻ ഇവിടെ ഉള്ളതാ. അവൻ്റെ വെച്ച് നല്ല എൻ്റെ അച്ഛനും അമ്മയെ കടം കയറി മുടി ആത്മഹത്യ. പിന്നെ അവനെ നോക്കിയതെല്ലാം ആ കൂടെ പോയ കണ്ണൻ്റെ അമ്മയെ. അവർക്ക് പോയി തുടങ്ങി. അവരെപ്പോഴും ഒരുമിച്ച് തന്നെ കാണും. അവർ കട്ട ചങ്ക. അവർ രണ്ടുപേരും കൂടെ പണിയെടുത്തത്. തമ്പി ഉണ്ടെന്ന് അറിയാൻകോട്ടെ, അവനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. രാവിലെ അവിടെ ആംബുലൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അവന്റെ അമ്മ ഐസിയിലാന്നൊക്കെ പറയുന്നത്. എവിടെ കണ്ണൻ? രാവിലെ എടിയാളെ കണ്ണനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഫോണിൽ കൊണ്ടുവന്ന എനിക്ക്. ഹലോ എടാ കണ്ണാ, ഞാനാ ഉണ്ണിയാടാ. എന്ത് വിഷയം? ഞാൻ പണിക്ക് പോയിട്ട് ഇപ്പോഴാണ് അറിഞ്ഞു. എടാ, ഞാൻ ഹോസ്പിറ്റലിലാടാ. അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതായി. ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ 2-2.5 ലക്ഷം ആവും. എന്തോ ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടി കിട്ടുന്നില്ലടാ. നമ്മളിനി എന്തോ ചെയ്യോടാ? എടാ, നീ ഇങ്ങോട്ട് വാടാ. എനിക്കിവിടെ ഒറ്റയ്ക്ക് പറ്റുന്നില്ല. ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ പിന്നെ നീ വിഷമിക്കൊന്നും വേണ്ട. പൈസ നമുക്ക് എങ്ങനെയാണ് സെറ്റാക്കാം. ഞാൻ അങ്ങോട്ട് വരുമോ? ഹലോ അണ്ണാ, അമ്മയ്ക്ക് വയ്യാതായി കേട്ടോ. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു. അതിപ്പോൾ 2-2 ലക്ഷം രൂപ ആവുമെന്നാണ് പറയുന്നത്. അണ്ണൻ അറിയാമല്ലേ, എൻ്റെ ഈ സാഹചര്യത്തിൽ ഞാൻ എത്ര കൂട്ടിയാലും കൂടത്തില്ല. പിന്നെ ആ പൈസ ഞാൻ എങ്ങനെയാണെങ്കിലും അണ്ണനെ തിരിച്ച് വീട്ടിക്കോളാം. ഞാനും ഇപ്പോൾ ഇതിന് ടൈറ്റില്ല. പെട്ടെന്ന് എത്ര പൈസ എന്നൊക്കെ പറഞ്ഞാൽ കൂടെപ്പിറപ്പാന്ന് പറഞ്ഞ് കൂടെ ഇടന്ന് എടുത്തുണ്ടായിരുന്നു അണ്ണാ. അവനും ഇപ്പോൾ കൂടെ ഇല്ല. ഞാൻ എന്തായാലും നിന്നെ വിളിക്കാടാ. ആ ശരി അണ്ണാ. എടാ, പൈസക്കാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇല്ല. കണ്ണനും എന്നെ വിളിച്ചായിരുന്നു. ഇപ്പോൾ വലിയ ടൈറ്റാ. എന്നാ അതിനല്ല അണ്ണാ, കണ്ണനെ വിളിച്ച് പൈസ കൊടുക്കാമോ? ഇത് അങ്ങനെയാണെങ്കിൽ നിനക്ക് നേരിട്ടങ്ങ് കൊടുത്താൽ പോരെ അവൻ്റെ? അണ്ണാ, അവൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ മോട്ടിച്ച പൈസ അണ്ണാ. മോട്ടിച്ചെന്നാൽ ഞാൻ വാങ്ങത്തില്ല. കാര്യങ്ങൾ അറിയാലോ, അവൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ. മോഷ്ടിച്ച പൈസ ഒന്നും എനിക്ക് വെക്കാൻ പറ്റത്തില്ല. അണ്ണനെ അറിയാമോ, ഇതാ കള്ള ചെട്ടിയാറുടെ പൈസയാണ്. എൻ്റെ അപ്പനെ ഇവിടുത്തെ നാട്ടുകാരെ മൊത്തം കട്ടുമൊട്ടിച്ചുണ്ടാക്കിയ പൈസ. ഇതെടുത്തെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നു. അതൊന്നും ശരിയാവത്തില്ല. അങ്ങനെ അറിയാലോ അവൻ്റെ അവസ്ഥ. ഈ പൈസ പോയെന്ന് പറഞ്ഞ ചെട്ടിയാർ പോലീസ് കേസിന് ഒന്നും പോകില്ല. എന്നാലും ഒരു നല്ല കാര്യത്തിനല്ലേ ഇങ്ങനെ ഞാൻ കൊടുത്തേക്കാം. ഇവിടെ നടന്ന കാര്യമൊന്നും അവ അറിയില്ല, എന്തോ സംഭവിച്ചാലും. ഹലോ, ആ കണ്ണാ, നീ ഇന്നലെ ചോദിച്ച പൈസ റെഡി ആയിട്ടുണ്ട്. നീ വൈകിട്ട് 5 മണിയാകുമ്പോൾ വീട്ടിലോട്ട് വന്നാൽ ഞാൻ അവിടെ കാണും.
നിനക്ക് എന്നോട് ദേഷ്യമെന്ന് എനിക്കറിയാം. അമ്മയ്ക്കിപ്പോ എങ്ങനെ ഉണ്ടാ? അണ്ണൻ കൃത്യസമയത്ത് പൈസ തന്നുകൊണ്ട് എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷപ്പെട്ടു. ഈ ഒരു അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ അണ്ണൻ മാത്രമേ ഉള്ളായിരുന്നു. എന്തിന് എൻ്റെ കൂടപ്പുറപ്പായിട്ട് നടന്ന അമ്പൂലും എന്നെ ചതിച്ചു. ആര്? ഉണ്ണിയോ? ഒരിക്കലും അവൻ നിന്നെ ചതിച്ചിട്ടില്ല. നീ അറിയാതെ അവൻ നിന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. ഞാൻ നിനക്ക് തന്ന പൈസ അത് എൻ്റെ പൈസയല്ല, അത് അവയെ ഏൽപ്പിച്ച പൈസയാണ്. സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ നിന്നെ കണ്ടത്. ഒന്നും വേണ്ട, ഒരാളുടെ കൂടെ അവർ നിന്നെ സ്വന്തം മോനെ പോലെയാണ് നോക്കിയത്. എന്നിട്ട് അവർക്ക് ഒരാവശ്യം പോയേക്ക്. ഇനി നമ്മൾ തമ്മിൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. എടാ, അവൻ ആ പൈസ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിനക്കറിയാവോ? എടാ, ഇതോ മോട്ടിച്ച പൈസ ആയതുകൊണ്ട് നീ ഏത് വാങ്ങിക്കത്തില്ലെന്ന് കരുതിയാ അവൻ എന്നെ ഏൽപ്പിച്ചത്. എടാ, നമ്മക്കേ ഫുള്ള് ഗിരിയണ്ണം പറഞ്ഞ ബിസിനസ് തന്നെ തുടങ്ങിയാലോ? ഏതാ വെള്ളിമുങ്ങ കച്ചവടമാണോ? ആ, ഈശ്വര തമ്പിയാണ്.